ഉറപ്പുവരുത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് കൺട്രോൾ യൂണിറ്റിൽ അല്ല. പിന്നെയോ ബാലറ്റ് യൂണിറ്റിൽ ഏറ്റവും താഴെ ഇവിടെയായിട്ട് ഒരു പിങ്ക് പേപ്പർ സീല് ഒട്ടിച്ചിരിക്കും. ചുറ്റി ഇങ്ങനെ കറക്കി ഒട്ടിക്കും. ആ പിങ്ക് പേപ്പർ സീല് ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ മുകളിലോട്ട് കയറി സ്ഥാനാർത്ഥികളുടെ പേരൊന്നും മറയുന്ന രീതിയിലല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് പറയുന്നത്? മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഫോൺ നമ്പർ 6 നമുക്ക് തന്നിട്ടുണ്ടാകും. ആ ഫോൺ നമ്പർ 6 പ്രകാരമാണോ ബാലറ്റ് യൂണിറ്റിലുള്ള ബാലറ്റ് പേപ്പർ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക. ബിയുവിലെ ബാലറ്റ് യൂണിറ്റിലെ സ്ലൈഡ് സ്വിച്ചുകൾ ശരിയായ രീതിയിലാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിനെക്കുറിച്ച് അറിയാമോ? ബാലറ്റ് യൂണിറ്റിൽ ഒരു സ്ലൈഡ് സ്വിച്ച് ഉണ്ട്. ഇതാണ് ബാലറ്റ് യൂണിറ്റ്. ഇവിടെ ഒരു സ്ലൈഡ് പാനൽ ഉണ്ട്. ഇത് 1-ലായിരിക്കണം നിൽക്കേണ്ടത്. മുനിസിപ്പാലിറ്റിയിൽ സിംഗിൾ പോസ്റ്റ് ആയതുകൊണ്ട് 1-ലായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ തന്നെയാണോ എന്നൊന്ന് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്? അവസാനത്തെ ബാലറ്റ് യൂണിറ്റിന്റെ അവസാനത്തെ എൻഡ് ബട്ടൺ മാസ്ക് ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പുവരുത്തുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ബാലറ്റ് യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു, കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട കുറച്ച് പോളിംഗ് സാമഗ്രികളെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത് എന്താ? ഒന്ന് വായിക്കാമോ? ഒന്നാമത്തെ മാർക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. എന്താണ് മാർക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ? പറയാമോ? പറ, ഉറക്കെ പറ. മാർക്ക് ചെയ്ത കോപ്പി അത് എവിടെ കിട്ടും? നമുക്കത് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ തരും. എന്താണ് മാർക്ഡ് കോപ്പി എന്ന് പറഞ്ഞാൽ? ആരൊക്കെ വോട്ട് ചെയ്യാൻ? ഒരു ഇലക്ടറൽ റോളാണ്, വോട്ടർ പട്ടികയാണ്. ആ വോട്ടർ പട്ടികയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും. പ്രധാനമായും നമ്മൾ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പോസ്റ്റൽ ബാലറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം അതിനകത്തൊരു മാർക്ക് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ബാലറ്റ് ഇഷ്യൂ ചെയ്തു. അതാണ് മാർക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോൾ. ഇനി അടുത്തതെന്തോ? ഗ്രീൻ പേപ്പർ സീൽ. ഇപ്പൊ പറഞ്ഞില്ലേ, കാണിച്ചല്ലോ. പിന്നെന്തോ? സ്ട്രിപ്പ് സീല്. എല്ലാരും കൂടി ഒരുമിച്ച് പറഞ്ഞു. അപ്പൊ അടുത്തിരിക്കുന്ന ആളുടെ ഉറക്കം പോകും. നിങ്ങൾ ബിരിയാണിയാണോ മന്തിയാണോ കഴിച്ച? എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പറ. അടുത്തെന്തോ? സ്ട്രിപ്പ് സീൽ അല്ലേ? പിന്നെ അഡ്രസ് ടാഗ്. പിന്നെയോ രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 21A എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ. അതിന്റെ മോഡൽ കാണണം. ഇതാണ് 21A എന്ന് പറയുന്ന രജിസ്റ്റർ. ഒരു രജിസ്റ്റർ ആയിരിക്കും തരുന്നത്. ഈ രജിസ്റ്റർ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ടേബിളിലായിരിക്കും ഇരിക്കുന്നത്. കണ്ട, ഇങ്ങനെ 1, 2, 3, 4 കോളംസ്, പിന്നെ റോസ് ഉണ്ടായിരിക്കും. അതിനകത്ത് ക്രമനമ്പർ ഓൾറെഡി പ്രിന്റഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഓരോ വോട്ടറും വരുമ്പോൾ ഓരോ റോസിലും നമ്മൾ എഴുതി പോകണം. അപ്പം ഈ രജിസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ടാകും. 21A എന്ന് പറഞ്ഞ രജിസ്റ്റർ നമ്മുടെ പോളിംഗ് സ്റ്റേഷനിൽ വരുന്ന ഓരോ വോട്ടറുടെയും ഡീറ്റെയിൽസ് ഇതിനകത്ത് രേഖപ്പെടുത്തണം. എന്നാൽ തൊട്ടടുത്ത് പറയുന്നത് എന്താ? ലിസ്റ്റ് ഓഫ് ടെൻഡേഡ് വോട്ട്സിന് വേണ്ടി 21B എന്ന് പറഞ്ഞ ഒരു ഫോം വന്നിട്ടുണ്ടാകും. ടെൻഡേഡ് വോട്ട് എന്ന് പറഞ്ഞ ഒരു വോട്ടുണ്ട്, ടെൻഡേഡ് വോട്ട്. അതിനുവേണ്ടി അപ്പൊ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളെല്ലാവരും. ഈ 21A രജിസ്റ്ററിൽ വരുന്ന വോട്ടർമാരുടെ എല്ലാവരുടെയും രേഖപ്പെടുത്തലിൽ ഇതിനകത്ത് വരുത്തുമെങ്കിലും ടെൻഡേഡ് വോട്ട് ചെയ്യുന്നവരുടെ വിവരം ഇതിനകത്ത് രേഖപ്പെടുത്തൂല. ഈ രജിസ്റ്ററിൽ 21A രജിസ്റ്ററിൽ രേഖപ്പെടുത്തൂല. പകരം എന്തുണ്ട്? 21B ഉണ്ട്. പകരം 21Bയിലായിരിക്കും ടെൻഡേഡ് ബാലറ്റിന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത്.
അപ്പം ടെൻഡേഡ് ബാലറ്റ് എന്താണെന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയും. പിന്നെന്താണ് ബാലറ്റ് ലേബൽസ്. ടെൻഡേഡ് വോട്ട് ചെയ്യാൻ വേണ്ടി ബാലറ്റ് പേപ്പർ വേണം. അതിന് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് തന്നിരിക്കും. പിന്നെയോ അക്കൗണ്ട് ഓഫ് വോട്ട്സ്, രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്കുകൾ. ഇങ്ങനെ അക്കൗണ്ട് ഓഫ് വോട്ട്സ് എന്ന് പറഞ്ഞ 24A എന്ന് പറഞ്ഞ ഒരു ഫോം നമുക്ക് നൽകിയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്തായി 24A പറയാമോ?